18 മണിക്കൂർ ജോലി. സർജാപുരയിലെ ഭൂമിയിൽ വിജയത്തുടക്കം. അത്ഭുതപ്പെടുത്തിയ റോയ്. ചാർട്ടർ ചെയ്തത് 2 വിമാനം. കൈനിറയെ സഹായം. പ്രവാസത്തിന്റെ ചൂടറിഞ്ഞ വ്യവസായി. ഏവർക്കും പ്രിയപ്പെട്ട ഒരാൾ. സ്വപ്രയത്നത്താൽ വളർന്നും കഠിനാധ്വാനം ചെയ്തും ഏവരെയും അത്ഭുതപ്പെടുത്തിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രതിഭാശാലിയായിരുന്നു അരങ്ങൊഴിഞ്ഞ CJ റോയ്. ഉയർന്ന ശമ്പളവും കാറുമെല്ലാം ഉള്ള ജോലി ഉപേക്ഷിച്ച് സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് ബിസിനസ്സിലേക്ക് തിരിഞ്ഞയാൾ 18 മണിക്കൂർ വരെ ജോലി ചെയ്തു. കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയും നിരീക്ഷിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദധാരിയായ റോയ് ബംഗളൂരുവിലെ പ്രമുഖ IT കമ്പനിയായ HP-യിൽ പ്ലാനിംഗ് മാനേജറായാണ് ജോലി ആരംഭിച്ചത്. ബേക്കറി വ്യാപാരം നടത്തി വന്നിരുന്ന തൃശൂർ സ്വദേശി ജോസഫ് ചിരിയങ്കണ്ടത്തിന്റെയും ചക്കരമക്കൽ ത്രേസ്യയുടെ മകനാണ്. ബംഗളൂരുവിലാണ് വളർന്നത്. സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന മോഹത്തിൽ 1997 ജോലി രാജിവെച്ചു. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിലായി ശ്രദ്ധ. ഏക്കറിന് 3 ലക്ഷം രൂപ നിരക്കിൽ ബംഗളൂരുവിലെ സർജാപുരയിൽ കുറെ ഭൂമി വാങ്ങി. അവിടെയായിരുന്നു വിജയ തുടക്കം. ആദ്യം ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിന് തുടക്കം വിട്ടു. IT നഗരമായി ബംഗളൂരു മാറിക്കൊണ്ടിരുന്ന കാലമായിരുന്നു അത്. പദ്ധതി വൻ വിജയമായി. തുടർന്നാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിലേക്ക് എത്തിയത്. കർണാടകത്തിലെ ഏറ്റവും വലിയ ഭവന നിർമ്മാണ കമ്പനിയായി മാറി. കേരളത്തിലെ വിവിധ നഗരങ്ങളിലായി 1000-ലേറെ അപ്പാർട്ട്മെന്റുകൾ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റേതായി ഉയർന്നു. എപ്പോഴും നിറഞ്ഞ ചിരി വിടരുന്ന മുഖം, പ്രസന്നമായ പെരുമാറ്റം, ആരെയും ആകർഷിക്കുന്ന വ്യക്തിത്വം. തുടക്കകാലത്ത് ജോലി രാജിവെച്ച് വീട്ടിലെത്തിയപ്പോൾ ബി കോൺഫിഡന്റ്, യു ക്യാൻ ഡു ഇറ്റ് എന്ന് ഭാര്യ ലിനി റോയ് പറഞ്ഞ കാര്യം അദ്ദേഹം പിൽക്കാലത്ത് അനുസ്മരിച്ചിട്ടുണ്ട്. 1998 പാരീസിൽ നിന്നും ബിസിനസ് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് നേടി. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട സ്ലോവാക്യ എന്ന രാജ്യത്തിന്റെ കർണാടകത്തിലെയും കേരളത്തിലെയും ഓണററി കോൺസലറായിരുന്നു ഭാര്യ ലിനി റോയ്. മക്കൾ രോഹിത്, റിയ. ബഹുരാഷ്ട്ര കമ്പനിയായ HP-യിൽ പ്ലാനിംഗ് മാനേജറായി ജോലി ചെയ്തതിനു ശേഷമാണ് 2005 കോൺഫിഡന്റ് ഗ്രൂപ്പ് ആരംഭിച്ചത്. 20 വർഷത്തിനിടെ 2000 കോടി രൂപയിലേറെ ആസ്തിയുള്ള കമ്പനിയായി വളർന്നു. വൻ നിക്ഷേപം ആവശ്യമായ റിയൽ എസ്റ്റേറ്റ് സംരംഭം ബാങ്ക് വായ്പയില്ലാതെ നടത്തി ബിസിനസ് ലോകത്ത് ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിലെ അടക്കം TV റിയാലിറ്റി ഷോകളുടെ പ്രധാന സ്പോൺസറായി ബ്രാൻഡിനെ വളർത്തിയെടുത്തു. ബംഗളൂരുവിലും കേരളത്തിലും UAE-യിലും ഒട്ടേറെ റിയൽ എസ്റ്റേറ്റ് സംരംഭങ്ങൾ പൂർത്തിയാക്കി. നിലവിൽ 180-ലധികം ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണം കമ്പനിക്ക് കീഴിൽ നടക്കുന്നുണ്ട്. മലയാളത്തിലും കന്നഡയിലുമായി 10-ലേറെ സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. 20 വർഷത്തിലേറെയായി പ്രവാസ മണ്ണിന്റെ ചൂടും ചൂരു പറഞ്ഞ പ്രവാസികളോട് ഏറെ ചേർന്നു നിന്ന വ്യക്തിയായിരുന്നു CJ റോയ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണം തെല്ലൊന്നുമല്ല പ്രവാസികളെ ഞെട്ടിച്ചത്. പ്രമുഖ വ്യവസായി എന്നതിലുപരി പാവപ്പെട്ട പ്രവാസികൾക്ക് താങ്ങും തണലും നൽകിയ അദ്ദേഹം ആര് ചോദിച്ചാലും കൈനിറയെ നൽകി. കഴിഞ്ഞ ഡിസംബർ 2-ന് UAE ദേശീയ ദിനാഘോഷത്തിലാണ് അവസാനമായി ദുബായിലെത്തിയത്. KMCC-യുടെ പാവപ്പെട്ടവർക്ക് നാട്ടിൽ കിണർ കുടിച്ചു നൽകുന്ന കുടിവെള്ള പദ്ധതിയിലേക്ക് 60 ലക്ഷം രൂപ സംഭാവന നൽകിയതായി പലരും ഓർക്കുകയാണ്. കോഴിക്കോട് CH സെന്ററിലേക്ക് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ സഹായം ഒഴുകിയെത്തി. ദുബായ് അൽ ബറാഹയിലെ KMC-യുടെ മുറ്റത്ത് വെച്ച് നടന്നൊരു പരിപാടിയിൽ പാവപ്പെട്ടവർക്കായി ചോദിച്ചൊരു സഹായത്തിന് 50 ലക്ഷം രൂപയാണ് നൽകിയത്. പൊതുമാപ്പ് സമയത്ത് ഉൾപ്പെടെ CJ റോയുടെ സഹായം പ്രവാസികൾക്കുണ്ടായി. പൊതുമാപ്പിൽ നാട്ടിലേക്ക് മടങ്ങാനിരുന്ന ഒട്ടേറെ പ്രവാസികൾക്കാണ് വിമാന ടിക്കറ്റ് നൽകിയത്. അതിനായി 2 വിമാനമാണ് ചാർട്ടർ ചെയ്തത്. നൽകിയ സഹായങ്ങൾക്കൊന്നും യാതൊരു മാധ്യമ പബ്ലിസിറ്റിയും അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഗൾഫിൽ അത്തരക്കാർക്ക് ഒരു അപവാദം കൂടിയായിരുന്നു CJ റോയ്. അറിഞ്ഞത് ഇത്രയുമാണെങ്കിൽ അറിയാത്ത സഹായങ്ങൾ ഇതിലുമേറെ നിൽക്കുമെന്നാണ് അടുപ്പമുള്ളവർ പറയുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ദുബായിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാസി ബിസിനസ് ലോകത്തും ഞെട്ടലാണ് ഈ മരണവാർത്ത. ദുബായിൽ തുടക്കമിട്ട ഫ്ലാഗ്ഷിപ്പ് റിയൽ എസ്റ്റേറ്റ് പദ്ധതി പൂർത്തീകരിക്കാതെ പാതി വഴിയിലാണ് മടക്കം. ടോവിനോ നായകനായി പുറത്തിറങ്ങിയ ഐഡന്റിറ്റിക്ക് ശേഷം കോൺഫിഡന്റ് ഗ്രൂപ്പ് നിർമ്മിക്കുന്ന അനോമി, ബംഗളൂർ ഹൈ എന്നീ സിനിമകൾ ഉടൻ തിയേറ്ററുകളിൽ എത്തുമെന്നും ഡോക്ടർ റോയ് CJ പ്രഖ്യാപിച്ചിരുന്നു. മകനും ഗ്രൂപ്പിന്റെ ദുബായ് MD-യുമായ രോഹിത് റോയുടെ ജന്മദിനാഘോഷവും അന്നത് തറക്കല്ലിടൽ ചടങ്ങിൽ നടന്നു. ആഡംബര കാറുകളുടെ പ്രേമി കൂടിയായ അദ്ദേഹം പലപ്പോഴും മാധ്യമങ്ങളിൽ വാർത്തയാകാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാറുകളുടെ ഉടമയാണ് അദ്ദേഹം. റോൾസ് റോയ്സിന്റെ പുതിയ മോഡൽ ഉൾപ്പെടെ 10-ലേറെ വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ ദുബായിലെ എമിറേറ്റ്സ് ഹിൽസിലെ സ്വന്തം വീട്ടിലുണ്ട്. വ്യവസായ മേഖലയിൽ എന്നതിലുപരി ദുബായിലെ എല്ലാ മേഖലയിലും അദ്ദേഹം കയ്യൊപ്പ് ചാർത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വ്യക്തിയായി. ഭക്ഷണപ്രിയൻ കൂടിയായിരുന്നു. ദുബായിൽ എത്തുമ്പോഴെല്ലാം സുഹൃത്തുക്കളുമായി ചേർന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം സ്വയം പാകം ചെയ്തും മറ്റുള്ളവരെ കഴിപ്പിച്ചും ജീവിതം ആസ്വദിക്കുകയായിരുന്നു. പ്രവാസത്തിന് ബിസിനസ് മേഖലയ്ക്ക് വലിയ നഷ്ടമാണ് ഈ വിയോഗം.